ക്യാൻസർ ചികിത്സയ്ക്ക് ആയുർവേദത്തിന്റെ സാധ്യതകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയനാകുകയാണ് സക്കറിയ ജേക്കബ് എന്ന പാരമ്പര്യ വൈദ്യൻ. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിലൂടെ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്ത SJ29 എന്ന ഔഷധമാണ് നിരവധി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാകുന്നത്. രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ വർഷത്തെ രാഷ്ട്രീയ ഏകതാ പുരസ്കാരം ഇദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. മാറാവ്യാധി എന്ന് വിലയിരുത്തിയിട്ടുള്ള ക്യാൻസർ രോഗത്തിനെ ആയുർവേദത്തിന്റെ അറിവുകൊണ്ട് നേരിടുകയാണ് സക്കറിയ ജേക്കബ് എന്ന ഈ പാരമ്പര്യ വൈദ്യൻ. കോഴിക്കോട് മുണ്ടിക്കൽ താഴത്ത് പ്രവർത്തിക്കുന്ന അതുല്യ ആയുർവേദിക് മെഡിക്കൽ റിസർച്ച് സെന്ററിലെ റിസർച്ച് ഡയറക്ടറാണ് ഇദ്ദേഹം. CFTRAയിൽ സയന്റിസ്റ്റ്, തുടർന്ന് അമേരിക്കയിൽ ഓങ്കോളജിയിൽ ഉപരിപഠനം. പിന്നീടാണ് ക്യാൻസർ രോഗത്തെ ചെറുത്തുതോൽപ്പിക്കുവാനുതകുന്ന ആയുർവേദ ശക്തിയെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഏർപ്പെട്ടത്. 1995-ൽ SJ29 എന്ന ഔഷധം ഇദ്ദേഹം കണ്ടുപിടിച്ചു. അന്നു മുതൽ ഇത്രയും വർഷമായി 5000-ൽ പരം ക്യാൻസർ രോഗികളെ ചികിത്സിക്കുവാൻ താൻ വികസിപ്പിച്ച മരുന്ന് ഉപയോഗിച്ചെന്ന് ഇദ്ദേഹം പറയുന്നു. 50%-ലധികം പേർക്കും രോഗം ഭേദമായതായും സക്കറിയ ജേക്കബ് പറഞ്ഞു. 50% ആൾക്കാരെങ്കിലും സുഖമായിട്ടുണ്ട്. സാധാരണ രോഗികൾ ഇവിടെ OP ഉണ്ട്, ഇൻപേഷ്യൻസ് ഉണ്ട്. ഇൻപേഷ്യൻസ് ഒക്കെ ഒരു 97 തൊട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. OP പേഷ്യൻസും ഉണ്ട്. അപ്പൊ സാധാരണ രോഗികൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം മരുന്ന് കഴിച്ച് അവരങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഞങ്ങളെ അടുക്ക് വന്ന് മരുന്ന് വാങ്ങിച്ചു പോകും. പിന്നെ നമ്മൾ അറിയുന്ന പിന്നെ എപ്പോഴെങ്കിലും അയാൾക്ക് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അസുഖം വരുമ്പോൾ അന്നേരമാണ് നമ്മളെ അടുക്കുക. സാധാരണ മിക്കവാറും ആൾക്കാരൊക്കെ സുഖമായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിന് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. പിന്നെ സാധാരണ ആൾക്കാർ പോലെ അവർ ജീവിക്കും, പണിയെടുക്കും. അത് ക്യാൻസർ രോഗികളാണെന്ന് തന്നെ പറയില്ല. പിന്നെ ഇതിന് വേദന ഒട്ടും ഉണ്ടാകുന്നില്ല. മിക്കവാറും രോഗികളിലൊക്കെ വേദന തന്നെ ഉണ്ടാവില്ല. രോഗത്തിനുള്ള മരുന്ന് ചെന്ന് കഴിഞ്ഞാൽ വേദനയൊന്നും ഉണ്ടാവില്ല. മുണ്ടിക്കൽ താഴത്തെ അതുല്യ ആയുർവേദിക് മെഡിക്കൽ റിസർച്ച് സെന്ററിലാണ് ചികിത്സ തേടി രോഗികൾ എത്തുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള രോഗികൾ വരെ ഇവിടെ എത്തുന്നു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ട്രീറ്റ്മെന്റ് നടത്തുവാൻ ഡോക്ടറും ഇവിടെ സജീവമാണ്. കേന്ദ്ര സർക്കാരിന്റെ എഡ്യൂക്കേഷൻ എക്സലൻസ് അവാർഡ്, രാഷ്ട്രീയ രത്തൻ അവാർഡ് എന്നിവയ്ക്ക് ശേഷം 2010-ലെ രാഷ്ട്രീയ ഏകതാ അവാർഡിനും ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മദർ തെരേസയ്ക്കാണെന്നതും തിളക്കം വർദ്ധിപ്പിക്കുന്നു. പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് താൻ വികസിപ്പിച്ച ഔഷധം വഴി ചുരുങ്ങിയ ചെലവിൽ ചികിത്സ നൽകുവാനുള്ള ശ്രമത്തിലാണ് ഈ പാരമ്പര്യ വൈദ്യൻ. ഇദ്ദേഹത്തിന്റെ ഉദ്യമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി കൂട്ടായ്മകൾ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ക്യാൻസർ എന്ന മഹാരോഗത്തോട് ഭാരതീയ സംസ്കാരത്തിന്റെ സ്വന്തമായ ആയുർവേദ ശാസ്ത്രം വഴി പടപൊരുതൽ തുടരുകയാണ് സക്കറിയ ജേക്കബ് എന്ന ഈ പാരമ്പര്യ വൈദ്യൻ. ന്യൂസ് ഡെസ്ക്, സ്പൈഡർനെറ്റ് ന്യൂസ്.